നീ അടുത്തതായിട്ട് ആര് വിളിക്കാനുള്ള ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സിനല്ലേ? യെസ് ഓർ നോ? അപ്പൊ നമ്മുടെ ചേച്ചിയുടെ മമ്മി ലിജി ജോയ് ആൻഡ് സിസ്റ്റർ ഷാരോൺ റോസിനെയും എത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ജോർജ് അങ്കിൾ ഓൾസോ. ഇനി നമ്മുടെ മധുരം ചടങ്ങിന്റെ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിനായിട്ട് ചേച്ചി മാമിനെ എത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. കൊടുക്കട്ടെ എന്നല്ല, കൊടുക്കട്ടെ മധുരം കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടെന്ന് പറയാ. ഇനി വേണം, ഒരു വട്ടം കൂടി വേണം. എടുത്തോളൂ. ഇനി റോസ് വില്ലുമാണ് മധുരം കൊടുക്കാൻ പോകുന്നത്. റോസ് വില്ലു അതുപോലെ തന്നെ സീനാൻഡി. ഇനി അണ്ടോൻ ചേട്ടന്റെ ബ്രദർ അങ്കിത് ചേട്ടനെയാണ് വിളിക്കുന്നത്. സോ മധുരം കയ്യടിക്കൂ. ഇനി നമ്മുടെ ചേച്ചിയുടെ ഫാമിലിനെയാണ് മധുരം കൊടുക്കാൻ ക്ഷണിക്കുന്നത്. ചേച്ചിയുടെ മമ്മി ലിജി ജോയ്, അതുപോലെ തന്നെ ചേച്ചിയുടെ വെല്ലിപ്പച്ചൻ, പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ സിസ്റ്റർ ഷാരോൺ റോസ്. സോ പ്ലീസ്. അടുത്തായിട്ട് ഇവിടെ ആയിരിക്കുന്നവർക്ക് മധുരം കൊടുക്കാനുള്ള ചാൻസ് ആണ്. ആദ്യമായി രണ്ടുപേരും പരസ്പരം മധുരം കൈമാറണം. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് കൈമാറാട്ടോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈഡിലേക്ക് ഇരിക്കൂ. സൈഡിലേക്ക് അല്ലാണ്ട് നീ ഡിസ്കസ് ചെയ്യില്ലേ? തിരിച്ചു നിർത്ത്. ഐ ലവ് യു ഫസ്റ്റ്. ആരാണ് ചേട്ടൻ? ഓ കറക്റ്റ്. ചേട്ടൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടനാണ് ആദ്യം ചേച്ചിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞത് അല്ലേ ചേച്ചി? ഇനി ഇതില് ആദ്യം വഴക്കുണ്ടാക്കുന്നത് ആരാണ്? ഇതില് ആരാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ളത്? ചേട്ടൻ.
ഒരു പാട്ട് സജസ്റ്റ് ചെയ്യാട്ടോ അവർക്ക് പറ്റിയ അറിയാതെ പോയാലും ചക്കര മാവിൻ ചുവട്ടിൽ ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു. ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പുൽത്തായി തീർത്തു വെച്ചു. താമരനൂലിനാൽ ഞാനൊരു പൂതായി തീർത്തു വെച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു. എൻ്റെ ത്തിലെടുത്തു വെച്ചു. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാത്രമായി പണ്ടെന്നോ പാടിയ പഴയൊരാ പാട്ടിൻ്റെ ഈണം മറന്നുപോയി. അവൻ പാടാൻ മറന്നുപോയി. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ